നമ്മൾ ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ലഗേജസ് അയക്കാനുണ്ടായിരുന്നു. സോ അത് അയക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിയിലാണ് കോപ്പി എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. അങ്ങനെ വേണ്ടതെല്ലാം കോപ്പി എടുത്തുകൊണ്ട് നേരെ പോകുന്നത് കായംകുളം റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ എൻട്രൻസ് ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നു. ഒരുപാട് ആൾക്കാരും തിരക്കും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ലഗേജൊക്കെ ഇറക്കി വെച്ചു. ഓട്ടോ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചേട്ടൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്നത് ഓഫീസിലോട്ടാണ്. അവിടെ ചെന്നപ്പം ദേ ഇതുപോലൊരു ഫോം നമുക്ക് ഫില്ല് ചെയ്യാൻ തന്നു. അതെല്ലാം ഫില്ല് ചെയ്തിട്ട് പോർട്ടർമാരെ കാണാൻ പറഞ്ഞു. കുറേ നേരം അവരുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടൊന്നും അവരെ കണ്ടില്ല. പെട്ടെന്നൊരു സാറിനെ കണ്ടു. ആ പുള്ളിക്കാരൻ ഫോണിൽ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, ആരെങ്കിലും ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്നുകൂടെ, ആൾക്കാർ ഇവിടെ വന്ന് വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ പോർട്ടർമാർ കുറച്ച് പേര് ഓടി വന്നിട്ടുണ്ട് കേട്ടോ. പേടിച്ചിട്ടാവണം അറിയില്ല. അങ്ങനെ വേണ്ട അവർ വന്നു. പെട്ടെന്ന് തന്നെ വെയിറ്റും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്തു കേട്ടോ. ഈ പുള്ളിയാണ് ചെക്ക് ചെയ്തത്. അങ്ങനെ ദേ ചെക്ക് ചെയ്തിട്ട് അവിടെ അകത്ത് തന്നെ സ്ക്രീനിൽ കാണാൻ പറ്റും എത്ര kg ആണ് ഉള്ളതെന്ന് കേട്ടോ. അങ്ങനെ ദേ നമുക്ക് അതിൻ്റെ റെസിപ്റ്റ് തന്നു പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ. പിന്നെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ടൈപ്പിൽ എന്തോ ഒരു സാധനം കൂടി തന്നിട്ടുണ്ട്. ഇതിലെല്ലാം ഒട്ടിച്ചു വെക്കും. നമുക്ക് 5 ബോക്സാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. നമ്മൾ ഏത് ട്രെയിനിലാണോ പോകുന്നത് ആ ട്രെയിനിൽ തന്നെയാണ് ലഗേജസ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് നമുക്കധികം കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇവിടെ കാണിച്ച പ്രൂഫ് വിത്ത് നമ്മുടെ ഏത് ടിക്കറ്റാണോ അതും പിന്നെ അവർ തന്ന റെസിപ്റ്റുമായിട്ടാണ് നമ്മൾ അവിടെ ചെന്ന് അത് കളക്ട് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ 2-3 ദിവസത്തേക്ക് വീഡിയോസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്, നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടിരിക്കണേ എല്ലാവരും. ബൈ ബൈ.